ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വരക്കാൻ പോകുന്നത് ഈ ഒരു ലാൻഡ്സ്കേപ്പാണ്. ഈ ഒരു ലാൻഡ്സ്കേപ്പ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത അകലെയുള്ള മഞ്ഞുമലകളും അടുത്തുള്ള കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള മലകളും പാറക്കെട്ടുകളുമാണ് ഇതിൽ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെ പാസ് ചെയ്യുന്ന റോഡും ആകാശവും സ്കൈയുമാണ് ഇതിൻ്റെ ഒരു പാർട്ടുകളായിട്ട് വരുന്നത്. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മഞ്ഞുമലകൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇതിലെ പെയിൻറ്റിങ് ചുറ്റും പെയിൻറ്റ് ചെയ്ത് മലകളെ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വശം. ഇതിലെ മെയിൻ അട്രാക്ഷൻ തന്നെ അകലെയുള്ള ആ മഞ്ഞുമലകളാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈ മലകളെ പെയിൻറ്റ് ചെയ്യാതെ ചുറ്റും പെയിൻറ്റ് ചെയ്ത് മലകളെ പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നും അതുപോലെ ഈ അടുത്തുള്ള പാറക്കെട്ടുകളും ഇടയിലുള്ള റോഡും ഒക്കെ എങ്ങനെയാണ് വരച്ചിരിക്കുന്നതെന്നും എനിക്ക് ഈ പെയിൻറ്റിങ്ങിൽ കാണാം. പെയിൻറ്റിങ് വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് camel ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. പേപ്പർ 300 GSM-ൻ്റെ കോൾഡ് പ്രസ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പെയിൻറ്റിങ് എല്ലാവരും അവസാനം വരെ കാണുക. പെയിൻറ്റിങ്ങിൽ ആദ്യമായിട്ട് തന്നെ നമ്മൾ സ്കൈ ആണ് വരക്കുന്നത്. സ്കൈ വരക്കുമ്പോൾ സാധാരണ വരക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സ്കൈ കുറച്ചുകൂടി ഒരു ഡാർക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ഈ മലകളൊക്കെ വൈറ്റായിട്ട് വരുന്ന മലകളൊക്കെ കുറച്ചുകൂടി ഒരു ഹൈലൈറ്റിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ തട്ടുന്ന ഭാഗം, അതായത് മലയുടെ ആ ഒരു അടുത്ത് വരുന്ന ഭാഗം ഞാൻ ഇച്ചിരി ഡാർക്കായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അവിടെ ഒരു ചെറിയൊരു കോൺട്രാസ്റ്റ് വന്നിട്ടില്ലെങ്കിൽ ഈ മലയുടെ വൈറ്റ് പാർട്ട് വൈറ്റായിട്ട് ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണില്ല. അതുകൊണ്ട് തട്ടുന്ന ഭാഗത്ത് ഞാൻ കുറച്ച് ബ്ലൂ, കുറച്ച് ഡാർക്കായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ അല്പം മേഘം തോന്നുന്ന രീതിയിൽ തന്നെ കുറച്ച് വൈറ്റും ഇതൊക്കെ ഒഴിച്ചു വിട്ടിട്ട് ഒരു വെറ്റായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും, അകലെയുള്ള ആ മലകളാണ് ഇതിലേക്ക് നമ്മൾ ഈ ഡാർക്ക് ചെയ്തതിലൂടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ മഞ്ഞുമലകൾ പൊതുവെ നമ്മൾ വൈറ്റ് കളർ ഉപയോഗിച്ച് വാട്ടർ കളറിൽ ചെയ്യില്ല. അപ്പോൾ അത് ക്ലിയറായി കാണിക്കാൻ പേപ്പർ അതേപോലെ ഒഴിച്ചു വിട്ടിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അല്പം ചില ഷാഡോകൾ ആ മഞ്ഞുകളിൽ കാണാം. ഇപ്പം മഞ്ഞുമലയാണെങ്കിൽ കൂടി ചില ഷാഡോകൾ, അത് ലൈറ്റ് തട്ടാത്ത ഭാഗം കുറച്ചൊരു ബ്ലൂഷ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചൊരു ഡള്ളായ കളറിലായിട്ടോ കാണാം. അപ്പോൾ അത് മാത്രം ലേശം ചെറിയ വളരെ അധികം കളറ് കുറഞ്ഞ രീതിയിൽ, കളറ് വളരെ കുറച്ചെടുത്തുകൊണ്ട് നമ്മളത് കളർ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഓവറായാൽ ആ ഒരു ഡിസ്റ്റൻസ് എന്നുള്ള ഫീല് പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് അളവിൽ മാത്രം കളർ എടുത്തുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ അടുത്തുള്ള മലയിലോട്ട് വരുമ്പോഴും വലിയ പാറക്കെട്ടും ഒരു മലയുടെ ഭാഗത്തായിട്ടുള്ള ഒരു വലിയ പാറക്കെട്ടാണത്. അപ്പോൾ അതിലേക്ക് വരുമ്പോഴും നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കളറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി എമൗണ്ട് കളറിൻ്റെ കോൺസെൻട്രേഷൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടാണ് ചെയ്യുന്നത്, അത് ദൂരെയുള്ള മലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ്. ഈ ഒരു മലയിൽ നിന്നും മറ്റേ മലയിലേക്ക് നോക്കുമ്പോൾ അതൊരു വളരെ ഒരു അകലെയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ കളറിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഡിഫറൻസ് അതിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിൻ്റെ ഇടയിലുള്ള റോഡും നമ്മൾ വരക്കാതെ തന്നെ അതായി കഴിഞ്ഞു. ചെറിയ ഒരു കളർ വേണമെങ്കിൽ നമുക്ക് ആ റോഡിന് കൊടുക്കാന്നേ ഉള്ളൂ, പക്ഷേ അല്ലാതെ തന്നെ ആ ഒരു ഫീൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സിമ്പിളാണ് വാട്ടർ കളർ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സിമ്പിൾ വാഷിലൂടെയാണ് ഇത്രയും കാര്യങ്ങൾ, ആ എമൗണ്ട് കോൺസെൻട്രേഷൻ, കളറിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇത് വരച്ചെടുക്കാൻ പറ്റും. പിന്നെ കളർ ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് കളർ ഏത് വേണമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ യെല്ലോ വേണമെങ്കിൽ അങ്ങനെ വരക്കാം, അല്ലെങ്കിൽ ഏതാണ് പാറൊക്കെ ഉദ്ദേശിക്കുന്ന കളറ് എന്നുള്ള അതനുസരിച്ച് നമുക്ക് വരക്കാം. പക്ഷേ ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വൈറ്റ് ഒഴിച്ചു വിടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെയും കുറച്ചൊരു മഞ്ഞുള്ളതായിട്ട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരക്കുന്നത് റോഡാണ്. റോഡ് വരക്കാൻ വേണ്ടിയിട്ട് അതും അധികം ഭയങ്കര ഡാർക്ക് കളർ യൂസ് ചെയ്യുന്നില്ല. കുറച്ചൊരു ലൈറ്റ് തട്ടുന്ന ഭാഗമായതുകൊണ്ട് കുറച്ച് ബ്രൈറ്റായി കാണാൻ വേണ്ടി ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു വയലറ്റ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അടുത്തുള്ള പാറക്കെട്ടുകളും മലയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചുകൂടി ഡാർക്ക് കളറുകൾ സെക്കൻഡ് ലെയറിൽ അപ്ലൈ ചെയ്യുകയാണ്. ഈ
ഒരു പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് 2 ലെയറിൽ തന്നെ ഓൾമോസ്റ്റ് ഫിനിഷ്ഡാണ് ഈ പെയിൻറ്റിങ്. നമ്മൾ ഫസ്റ്റ് കോട്ടിങ്ങിൻ്റെ മേലെ ഒരു സെക്കൻഡ് കോട്ടിങ് അടിക്കുമ്പോഴത്തേക്ക് തന്നെ ഈ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് ഒരു ഷേപ്പായി മാറിയിട്ടുണ്ട്. ഇനി അത്യാവശ്യം ചില ഭാഗങ്ങളിൽ മാത്രമേ 3ാമത്തെ കോട്ടിങ് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ തീർക്കാൻ പറ്റും. ഏതാണ്ട് ഒരു 10 മിനിറ്റിൽ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഈ പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകുന്നതുകൊണ്ട് തന്നെ അതിൽ ഓവർ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഡിസ്റ്റൻസിൻ്റെ ഭാഗത്തുള്ള ഡിസ്റ്റൻസുള്ള മലകളിൽ കുറച്ചുകൂടി അതിൻ്റെ അടുത്ത റോഡിൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് ഷെയ്ഡിങ് കൊടുക്കുന്നേ ഉള്ളൂ. ബാക്കിയുള്ള കൂടുതൽ ഷെയ്ഡിങ്സൊക്കെ ഈ അടുത്തുള്ള പാറക്കെട്ടുകൾക്കാണ് കൊടുക്കുന്നത്. എന്നിരുന്നാൽ കൂടി അതിൽ ആ വൈറ്റ് കുറച്ച് അവിടെ ഒരു മഞ്ഞ് തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ച് വിടുന്നുണ്ട്. ഈ ഡാർക്കനിങ് ചെയ്യുന്നത് നമുക്ക് പല കളറുകൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് ക്രിംസണും അൾട്രാമറൈൻ ബ്ലൂവും വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡാർക്കായി കിട്ടില്ല. നമ്മൾ ഒരു ചെറിയൊരു ഡാർക്ക്നെസ്സേ വരുള്ളൂ, ഓവറായിട്ട് കളർ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ. ഇത് ഏറ്റവും അടുത്ത ഭാഗമാണ് ഇപ്പം വരക്കുന്നത്. നമ്മുടെ കാഴ്ചയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള ഭാഗങ്ങൾ അത് നമ്മൾ കൂടുതൽ ഡാർക്കായിട്ടാണ് വരക്കുന്നത്. വാട്ടർ കളറിൽ ഇത്രയൊക്കെ തന്നെയാണ് മെയിൻലായിട്ട്. അതിൻ്റെ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷനും വാട്ടർ എന്ന മീഡിയത്തെ ഉപയോഗപ്പെടുത്തലുമാണ് ഇതിൽ മെയിനായിട്ടുള്ള പ്രിൻസിപ്പിൾ. ഞങ്ങൾക്കിതിൽ നോക്കിയാൽ ഒരു പ്രത്യേകത കാണാൻ പറ്റും. ഈ ആകാശം വരച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മേഘമായിട്ടൊന്നും പ്രത്യേകിച്ച് വരച്ചിട്ടില്ലെങ്കിൽ കൂടി അതിൽ മേഘത്തിൻ്റെ ഒരു അപ്പിയറൻസ് വന്നിട്ടുണ്ട്. അത് ഓൾറെഡി ആ പേപ്പറും ആ വാട്ടറും കൂടി ഉണ്ടാക്കിയ ഒരു അപ്പിയറൻസാണ്. നമ്മളായിക്കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു അപ്പിയറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ചെയ്തിട്ടില്ല. പെയിൻറ്റിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോയുമായി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.